തിരുവനന്തപുരം KSRTC സൂപ്പർഫാസ്റ്റിനുള്ളിലെ CCTV ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നവരുമാണെന്ന് പോലീസ് FIRൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ പേരിൽ ഇക്കാര്യത്തിൽ മോഷണക്കുറ്റം ചുമത്താതെ തരികിട കളിയുമായി കണ്ടോൺമെന്റ് പോലീസ്. മെമ്മറി കാർഡ് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കാമെന്നാണ് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ പറഞ്ഞിരിക്കുന്നത്. KSRTCയുടെ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കെ ഇവരുടെ പേരിൽ മോഷണക്കുറ്റം എന്തുകൊണ്ട് ചുമത്തുന്നില്ല എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. കേസിന്റെ തുടക്കം മുതൽ കേസിൽ അനധികൃത ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് പോലീസ് കമ്മീഷണറാണ്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേസെടുക്കുമ്പോൾ പോലും മേയറുടെയും MLAയുടെയും രക്ഷയ്ക്കുള്ള പഴുതുകൾ കമ്മീഷണർ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. കമ്മീഷണർ യദുവിനോട് രാഷ്ട്രീയ വൈരാഗ്യത്തോടെ എടുത്ത നിലപാടുകളാണ് ഈ കേസ് ഇത്രയും അധികം നാറാൻ പോലും കാരണമായത്. തിരുവനന്തപുരം പോലൊരു സിറ്റിയിൽ കമ്മീഷണറായി ഇരിക്കാൻ ലവലേശം യോഗ്യതയില്ലാത്തവനാണ് താനെന്ന് ഈ കേസിലൂടെ കമ്മീഷണറായ പോലീസ് ഓഫീസർ തെളിയിച്ചിരിക്കുകയാണ്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാമതെടുത്ത കേസിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ പോലീസ് നടപടി പോലും ഉണ്ടാവുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഒടുവിൽ പോലീസ് കോടതി വടിയെടുത്തപ്പോൾ കേസെടുക്കേണ്ടി വന്നത്. KSRTC ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനുമെതിരെ എടുത്ത പരാതിയിൽ മൊഴിയെടുത്തത് ആരംഭിച്ചതിരിക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം കമ്മീഷണർ കണ്ടോൺമെന്റ് പോലീസിന് നൽകി കഴിഞ്ഞു. മെമ്മറി കാർഡ് മോഷണത്തിൽ ഇവർക്കെതിരെ പ്രത്യേകം കേസെടുക്കാതിരിക്കുന്നതും അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഈ കേസ് തുടക്കം മുതൽ അടിമുടി കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ച കമ്മീഷണർ ഇക്കാര്യത്തിലും തരികിട കാട്ടി കേരള പോലീസിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുകയാണ്. KSRTC ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴികളിലാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തുന്നത്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കും. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമായിരിക്കെ MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായെന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനുള്ള മറ്റൊരു നാടകത്തിലും കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട്. കേസ് മാറ്റിമറിക്കാൻ കമ്മീഷണറുടെ പുതിയ ദവികളുടെ ഭാഗമായി വേണം ഇതിനെ കരുതാൻ. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം FIRലുണ്ട്. MLA അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായും FIRൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും MLAയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നതായ പോലീസ് ദാഷ്യവും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കും എതിരെ തെളിവ് നശിപ്പിക്കലിനും 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. എന്നാൽ KSRTC ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിൽ മോഷണക്കുറ്റം ചുമത്തിയിട്ടില്ല. അന്യായമായി തടഞ്ഞു വെക്കലിന് 1 മാസം തടവും പിഴയും അനുഭവിക്കണം. പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടതായുണ്ട്. ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും മേയർക്കും MLAയ്ക്കും മുൻകൂർ ജാമ്യം തേടാം. സർക്കാർ നിലപാടാണ് ഇതിൽ നിർണായകം. പ്രതിസ്ഥാനത്ത് മേയറും MLAയുമായതിനാൽ അന്വേഷണവുമായി സർക്കാർ സഹകരിക്കാനാണ് സാധ്യത ഏറെ ഉള്ളത്. മേയർക്കും MLAയ്ക്കും അഭിഭാഷകൻ വഴി മുൻകൂർ ജാമ്യം തേടാനുള്ള പഴുതും പോലീസ് ഒരുക്കിക്കൊണ്ടാണ് FIR ഇട്ടിരിക്കുന്നത്.